പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന് ഭിലായിലെ വൈദികൻ ഫാദർ സാബു ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തീവ്ര ഹിന്ദു നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ക്രിസ്തുമത വിശ്വാസികൾക്ക് സ്വന്തം വീട്ടിൽ പോലും പ്രാർത്ഥന സംഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഫാദർ സാബു തോമസ് പറഞ്ഞു. പ്രശ്നമുണ്ടായപ്പോൾ ഈ സിസ്റ്റർമാർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി അടക്കം ചെന്ന ഈ ഭിലായിലെ കാത്തലിക് ചർച്ചിലെ വൈദികനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സംഭവത്തിൻ്റെ ദൃക്സാക്ഷി കൂടിയാണ് ഈ വൈദികൻ. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതി നിരന്തരം വരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് അവിടെ വലിയൊരു സംഖ്യയിൽ ബജരംഗ് പ്രവർത്തകരും എല്ലാം വളരെ ഉത്തേജിതരായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത്, സ്റ്റേഷനിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുന്നതും, പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് പോലീസുകാരോട് ചോദിച്ചിട്ട് പോയി സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അവർ വളരെ അപ്സെറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ പിള്ളേർ, കുട്ടികൾ പോലീസുകാരെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവരെ വല്ലാണ്ട് ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഈ ഹരാസ് ചെയ്തു എന്നൊക്കെ പറയുന്ന സത്യമാണ്. ആ കുട്ടികളെ അവർ കുറേ ഉപദ്രവിച്ചായിരുന്നു. സിസ്റ്റേഴ്സിനെ ഒത്തിരി പേടിപ്പിച്ചായിരുന്നു അവർ തല്ലും എന്നൊക്കെ പറഞ്ഞ രീതി അങ്ങനെ ചെയ്ത് വെസ്റ്റ് ചെയ്തു. എന്തായാലും അവർ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു സിസ്റ്റേഴ്സ്.